ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ് റളിയല്ലാഹു അൻഹു. ഗാന്ധിജിയുടെ വാക്കുകളാണിത്. ഞാനൊരു കഥ പറയാം. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഒരു യുവാവ് മദീനയിലേക്ക് കച്ചവടത്തിനായിട്ട് വരികയാണ്. അയാളെ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു. ഓപ്പോസിറ്റ് ആൾ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ വധശിക്ഷ വിധിച്ചു. ഇനി ആ വധശിക്ഷ ഒഴിവാകണമെങ്കിലും മരണപ്പെട്ടയാളുടെ മക്കൾ ദയ കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അതിനവർ ഒരുക്കമല്ല. അങ്ങനെ കഴിമരത്തിലേറ്റാൻ കൊണ്ടുപോകുമ്പോൾ അന്ത്യാഭിലാഷം ചോദിക്കുന്ന സമയത്ത് എന്റെ ഭാര്യനെയും മക്കളെയൊക്കെ ഒന്ന് കാണണം, അതിനൊരാഴ്ചത്തെ സമയം തരണം എന്ന് പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, മദീനയിൽ ആരെങ്കിലൊക്കെ ജാമ്യം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി വരാം. ആരും അറിയാത്ത ഇയാൾക്ക് ആര് ജാമ്യം നിൽക്കാനാ? പെട്ടെന്ന് ഒരു വൃദ്ധനായിട്ടുള്ള ആൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. നോക്കുന്ന സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തോട് ജഡ്ജി പറഞ്ഞു, നിങ്ങൾ നബി ശിഷ്യരിൽ പ്രമുഖനാണ്, ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ഇയാൾ വന്നില്ലെങ്കിൽ നിങ്ങളെ തൂക്കിലേറ്റേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആലോചിക്കാനൊന്നുമില്ല, ഞാൻ എല്ലാം ആലോചിച്ചിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നു. യുവാവ് നാട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ വരുന്നില്ലട്ടോ. അങ്ങനെ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. സത്യത്തിൽ തന്റെ നീതിപൂർണമായ ഭരണത്തിൽ നിന്ന് തന്റെ ഉറ്റ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ഖലീഫ ഉമർ അശക്തനായിരുന്നു. പക്ഷേ തൂക്കിലേറ്റിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ കഴിവരത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് യുവാവ് ഓടിക്കതിച്ചു വന്നു, കൊലലി ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് വൈകാനുണ്ടായ കാരണം എന്നെയൊക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സമയത്ത് ഖലീഫ ഉമർ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇയാൾക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നത്? വരുന്ന വല്ല ഉറപ്പുണ്ടായിരുന്നോ? ഈ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ വരുമോ ഇല്ലെന്നില്ല ഇതിന്റെ പ്രശ്നമല്ല, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാത്തൊരവസ്ഥ അത് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിച്ചത്. യുവാവിനോട് ചോദിക്കുകയാണെ, ആരും അറിയാത്ത ഒരു നാടാണ്, മരണം സ്വീകരിക്കാൻ എന്തിനാ നിങ്ങൾ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ വിശ്വസിച്ച ഒരാളെ വഞ്ചിക്കുന്ന ഒരവസ്ഥ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതെല്ലാം കണ്ടു നിന്ന ഈ മരണപ്പെട്ട അയാളുടെ മക്കൾ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്പരം വിട്ടുവീഴ്ചയില്ലാത്ത ഒരു അവസ്ഥ അത് ഉണ്ടാവാൻ പാടില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നീതിപൂർണമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ മനുഷ്യത്വം പിറവിയെടുക്കുന്നതാണ്. ഗാന്ധിജി പറഞ്ഞത് എത്ര സത്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണെന്ന് വെറുതെ പറഞ്ഞതൊന്നും അല്ലേ. വീണ്ടും വരാം.